ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ചൗവരിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചൗവരി ഒന്ന് കഴുകി 1 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് കഴുകി ഒരല്പം ഓയിലൊന്ന് തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഇതുപോലെ നീളത്തിലാണ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം 2 സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് നല്ലൊരു ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരേ സമയം കുറേ എണ്ണം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ആയാലും ഇതിൻ്റെ ആ ഒരു കളറൊന്നും ചേഞ്ച് ആവത്തില്ല. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചൗവരി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.